ഈ വർഷം എല്ലാവരും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എന്തൂസിയസ്റ്റിക് ആയിട്ടും കാത്തിരുന്നൊരു സിനിമയാണ് തെറി. ഇളയ ദളപതി വിജയ് നായകനാകുകയും സാമന്തയും ഏമി ജാക്സണും ഫീമെയിൽ ലീഡ് റോളിൽ എത്തുകയും ചെയ്യുന്ന ഫിലിമാണ് തെറി. അങ്ങനെ വലിയൊരു കാത്തിരിപ്പിന് ശേഷം സിനിമ തിയേറ്റേഴ്സിൽ എത്തിയിരിക്കുകയാണ്. സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഡയറക്ടറായിട്ടുള്ള ആറ്റ്ലി ഈ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടാണ് എന്ന്. അത് മാത്രമല്ല, ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തതും ടെസ്റ്റ് ചെയ്തതുമായിട്ടുള്ള പ്ലോട്ട് തന്നെയാണ്, പുതിയതായിട്ടുള്ള ഒന്നുമല്ല എന്നുള്ള കാര്യവും ആറ്റ്ലി പറഞ്ഞിരുന്നു. തെറിയുടെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാധാരണക്കാരനായ ഒരാളുടെ ജീവിതമാണ് ഇതിൽ വിജയ് പോർട്രേ ചെയ്യുന്നത്. പക്ഷേ ഇയാൾക്കൊരു ഹിഡൻ പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധാരണ ജീവിതം നയിക്കുന്ന ആള് പെട്ടെന്ന് തന്നെ ഒരുപാട് വെഞ്ചൻസ് ഉള്ള മനുഷ്യനായി മാറുന്നു. തൻ്റെ കഴിഞ്ഞ കാലത്തിനെ സംബന്ധിച്ചുള്ളതാണ് ഈ വെഞ്ചൻസ് എല്ലാം. എന്താണ് വെഞ്ചൻസ്, എങ്ങനെയാണ് ആ വെഞ്ചൻസ് തീർക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ജോസഫ് കുറുവിൽ, വിജയ് കുമാർ, ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയ് അല്ലായിരുന്നു ഈ സിനിമയിലെ ലീഡ് റോൾ ചെയ്തിരുന്നത് എങ്കിൽ ഇതൊരു നോട്ട് വർത്ത് വാച്ചിങ് ഫിലിമായി പോയേനെ. വിജയുടെ ഒരു ആക്ടിങ് എബിലിറ്റി ആണ് ഓഡിയൻസിനെ ഈ സിനിമ കാണാനായിട്ടും ഈ സിനിമ ഉടനീളം കണ്ടിരിക്കാനായിട്ടും ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും വളരെ ചാമിങ് ആയിട്ടുള്ള ആക്ടിങ്ങും ഒക്കെയാണ് വിജയുടേത് ഈ സിനിമയിൽ. തെറിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നൈനികയുടെ പെർഫോമൻസ് ആണ്. വളരെ ഭംഗിയായിട്ടാണ് വിജയുടെ മകളുടെ ക്യാരക്ടർ നൈനിക ഈ സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നെ മഹേന്ദ്രന്റെ മച്ച് ആന്റിസിപ്പേറ്റഡ് ആക്ടിംഗ് ഡെബ്യൂ അത്ര സ്പെക്ടിക്കുലർ ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല കേട്ടോ. പക്ഷെ എന്നിരുന്നാലും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഇസ് ഓക്കെ. നമ്മുടെ സാവ് എപ്പോമേ നമുക്ക് വലിക്കാൻ. സാമന്തയുടെ പെർഫോമൻസും അത്ര ഗംഭീരമായിട്ടുള്ള ഒന്ന് തന്നെയല്ല ഈ സിനിമയിൽ. അതേസമയം ഏമി ജാക്സന്റെ വിഗിനെ കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമയിൽ ഒരു ബെറ്റർ വിഗ് യൂസ് ചെയ്യാമായിരുന്നു തന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാണിക്കുന്ന കാര്യത്തിൽ. എന്തായാലും ആളുടെ പെർഫോമൻസ് ഒരു ആവറേജ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് തെറി എന്ന ഈ സിനിമയിൽ. ഇംഗ്ലീഷിലെ പിടിക്കാത്ത വാർത്ത പോലീസ് தப்பு பண்ணவங்க யாரா இருந்தாலும் டீச்சர் அடிக்கலாம். ഇനി ഫിലിമിന്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ ഡയലോഗ്സ് എല്ലാം എഴുതിയിരിക്കുന്നത് ആറ്റ്ലി. ഈ ഫിലിമിലെ ത്രൂ ഔട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറിയും ഡയലോഗ്സും ഒക്കെ വളരെ പവർഫുൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമാണ്. പിന്നെ ജോർജ് സി വില്യംസിന്റെ സിനിമറ്റോഗ്രഫി ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് പോസിറ്റീവ്. എല്ലാ സീനിലും നല്ല റിച്ച്നെസ്സും വിഷ്വൽ ട്രീറ്റും ഒക്കെ കൊണ്ടുവരാനായിട്ട് സിനിമറ്റോഗ്രഫർ ശ്രമിച്ചിട്ടുണ്ട് ബൈ യൂസിങ് ഡിഫറെന്റ് ടോൺസ് ആൻഡ് കളേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. ജി.വി. പ്രകാശിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വളരെ ഇംപ്രസീവ് ആണ്. പക്ഷേ സോങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിസാസ്റ്റർ. വളരെ റോങ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് പാട്ടുകളുടേത് ഈ സിനിമയിൽ. പിന്നെ എഡിറ്റർ ആന്റണി എൽ റൂബനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്റെ ജോലി അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തന്നെ കക്ഷി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്ലോ പേസും പിന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയുമാണ്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ ഒരു മിക്കവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ള കാര്യം. ഒരുപാട് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതൊരല്പം കൂടെ നന്നാക്കാമായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സിനിമ നമ്മൾ കാത്തിരുന്ന അത്രയും ഒരു വലിയ ഫിലിമൊന്നുമല്ല, പക്ഷെ ഒരു ഫാമിലി എന്റർടൈനറിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്.